കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 20ാം ദിനത്തിൽ ഇന്റർനാഷണൽ ചെസ് റഫറിയും മോട്ടിവേറ്ററുമായ എസ് ബിജുരാജ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ഇതിനോട് അനുബന്ധിച്ച് നടന്ന പൊതുയോഗം മാധ്യമപ്രവർത്തകനും നോവലിസ്റ്റുമായ കോട്ടാത്തല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 41 അച്ഛനമ്മമാർ ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ വീടുകളിൽ താമസിച്ചിരുന്ന മക്കളും കൊച്ചുമക്കളുമൊക്കെ ഉള്ള അച്ഛനമ്മമാർ തന്നെ ഇവിടെയുമുണ്ട്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരില്ലേ, ഒരു HM ഇവിടെയുണ്ട്, റിട്ടയർഡായ ഒരു HM ഇവിടെയുണ്ട്. അങ്ങനെ തുടങ്ങി 41 പേർ താമസിക്കുന്ന ഒരു വലിയ വീട്ടിലേക്കാണ് നിങ്ങൾ വന്നത്. 19 ദിവസം കൊണ്ട് 19 പേരുടെയെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവരോടുകൂടി പറയുമ്പോഴാണ് ഈ വായനാക്കളരി പൂർണ്ണമാകുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ക്യാമ്പ് തീരുമ്പോഴേക്കും ഇവിടുത്തെ 41 അച്ഛനമ്മമാരെയും നിങ്ങൾക്ക് പരിചയമുണ്ടാകണം. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്ന തരത്തിലേക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കണം. അവർക്ക് കഥകൾ പറയാനറിയാം, അവർക്ക് പാട്ട് പാടാനറിയാം. ആ കഥകൾ കേൾക്കുവാനും പാട്ട് കേൾക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. നിങ്ങൾക്ക് പാട്ട് പാടാനറിയാം, നിങ്ങൾക്കും പുതിയ പുതിയ കഥകളറിയാം. അവർക്കറിയാവുന്നത് പഴയ കഥകളാണ്. അപ്പോൾ പുതിയ പാട്ടുകളും പുതിയ കഥകളും നിങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു വലിയ സ്നേഹബന്ധത്തിന് ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഞാൻ പ്രസംഗിക്കുന്നില്ല, കാരണം മനോഹരമായൊരു ക്ലാസ് ഇവിടെയുണ്ട്. എസ് ബിജുരാജ് ക്ലാസ് എടുക്കും. ക്ലാസ് എന്ന് കരുതി നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലൊരു ക്ലാസ് അല്ല, നിങ്ങളെക്കൊണ്ട് കളിപ്പിക്കുകയാണ്. നിങ്ങളെ പാട്ട് പാടിയും മറ്റ് വിനോദങ്ങളുമൊക്കെ ചെയ്ത് നിങ്ങളെ കളിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ രസകരമായി 1.5 മണിക്കൂർ പോകുന്ന തരത്തിലേക്കുള്ള ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ വർത്തമാനം പറഞ്ഞു പോകുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം, നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ വേണം. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാം കറുപ്പിട്ടുകൊണ്ട് വന്നു. നിങ്ങൾ വിചാരിക്കും ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വലിയ രീതിയിൽ കറുപ്പിട്ടുണ്ടോ, എന്തായിരിക്കും പ്രത്യേകത എന്ന് വിചാരിച്ചു. ഇതിൽ ഈ ഒന്നാമതിരിക്കുന്നതും അപ്പുറത്ത് മൂന്നാമതിരിക്കുന്നതും എൻ്റെ മക്കളുമാരാണെങ്കിൽ ഒരാൾ അടൂരിൽ നിന്നാണ് വരുന്നത്, അമ്മ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ്. അവൾ കറുപ്പിട്ടുകൊണ്ട് വന്നു. ഇവർ തമ്മിൽ കണ്ടില്ലായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേ റെഡിയായി നിൽക്കണം, നമുക്കിവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൾ കറുപ്പിട്ടുകൊണ്ട് പുറത്തിറങ്ങി. ഇവൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുക. എൻ്റെ ഇളയ ചേച്ചിയുടെ മകളാണെങ്കിലും രണ്ടാമത്തെ ചേച്ചി, എനിക്ക് 5 ചേച്ചിമാരുണ്ട്, ഞാൻ 8ാമത്തെ മകനാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്നെയാണ്. അവൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് കറുപ്പാണ്. അപ്പോൾ ഇവർ 3 കൂടെ കറുപ്പിട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ വെള്ള ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്നും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, മിസ്റ്റർ, നിങ്ങൾക്ക് കറുപ്പിട്ടൂടെ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പോയി കറുപ്പിട്ടുകൊണ്ട് വന്നു. കറുപ്പ് വസ്ത്രം ഇട്ടുകൊണ്ട് വന്നിട്ട് കാറിനകത്തോട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരാൾ കൂടി നമ്മൾക്കൊപ്പം വരുന്നുണ്ട്, ബിജുരാജ് സാർ വരുന്നുണ്ട്. ബിജുരാജ് സാറും മിക്കവാറും കറുപ്പാണെങ്കിൽ ഒരു രസം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ട് അദ്ദേഹം കറുപ്പിട്ടുകൊണ്ട് പുറത്തിറങ്ങി വന്നു. ഇതൊരു വല്ലാത്ത അതിശയം, ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി. എന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിയിൽ കാണുന്നതിൽ ഒരു 90% പേരും കറുപ്പ് വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് റോഡിൽ കൂടി പോകുന്നത്. അത് നമുക്ക് അതിശയം തോന്നുന്നത്, ഇന്നിപ്പോൾ പട്ടി ഒരാളെ കടിച്ചാൽ പത്രത്തിൽ വാർത്ത വരുവാണെങ്കിൽ നാളെയും പട്ടി കടിച്ച വാർത്തയുണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും. ഒന്ന് കോഴിക്കോടാണെങ്കിൽ ഒന്ന് കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം തുടങ്ങി എല്ലായിടത്തും ഈ വാർത്ത വായിച്ചിട്ട് പോയി പട്ടി കടിക്കുന്നതല്ല.
നമ്മൾ ശ്രദ്ധിക്കുന്ന ചില സംഭവങ്ങൾ മാത്രമാണത്. എന്നും പട്ടി കടിക്കുന്നുണ്ട്, അതാരും നമ്മൾ ശ്രദ്ധിക്കാറില്ല പലരെയും. അത് ഒരു സീസണായി മാറി. ഇപ്പോൾ പട്ടി കടിച്ചാൽ, ഇപ്പോൾ റോഡിൽ ആരെങ്കിലും പട്ടി കടിച്ചു കഴിഞ്ഞാൽ അത് പത്രത്തിൽ വാർത്ത വരും. എന്നാൽ ഈ സീസൺ കഴിയുമ്പോൾ ഒരു പട്ടി കടിച്ചെന്ന് വിചാരിച്ചൊരു വാർത്തയല്ല. ഓരോന്നിനും ഓരോ സീസൺ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ പട്ടികളുടെ സീസണാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നിങ്ങൾ പുറത്തിറങ്ങുവാൻ. നിങ്ങൾ പട്ടി കടിക്കുവാൻ സാധ്യതയുണ്ട്. കടിച്ചാൽ, കുത്തിവെച്ചാൽ പോലും അതിൻ്റെ പേ മാറുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ്. സൂക്ഷിച്ച് പോകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു സ്വപ്നങ്ങൾ കാണണമെന്ന്. ആരാ ഈ സ്വപ്നങ്ങൾ കാണണമെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ചേ? നമ്മളോടൊക്കെ എല്ലാം സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം പറയുന്ന ഒരാളുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ, കേട്ടിട്ടുണ്ട് ഒരുപാട് പേര്. ആരാ സ്വപ്നം കാണണമെന്ന് പറഞ്ഞേ? ഡോക്ടർ APJ അബ്ദുൽ കലാം കേട്ടിട്ടുണ്ടോ? നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് നമ്മളെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണണമെന്ന്. എനിക്കൊരു വല്ലാത്ത ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു നേരമല്ല, 2 നേരം ഭക്ഷണം കഴിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാനൊരു പുസ്തകം ഇറക്കി, നോവലിറക്കി. അത് പ്രകാശനം ചെയ്തത് ബഹുമാന്യായ മന്ത്രി KN ബാലഗോപാലാണ്. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം ഈ പുസ്തകം ബഹുമാന്യായ മുഖ്യമന്ത്രി പിണറായി വിജയനൊന്ന് കൊടുക്കണം എന്നതായിരുന്നു. എൻ്റെ മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ചിത്രം ഇട്ടേക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഞാൻ ആ പുസ്തകം കൊടുക്കുന്നതാണ്. അടുത്ത പുസ്തകം കവിതാ പുസ്തകമാണ്. അത് ഈ മാസം അവസാനത്തോടു കൂടി പുറത്തിറങ്ങും. എന്നാൽ അതിൻ്റെ കവർ പേജ് പ്രകാശനം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരാളാണ്, മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ആ കവർ പേജ് പ്രകാശനം ചെയ്തു. എനിക്ക് മോഹൻലാലിനൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനൊപ്പം ഇരുന്ന് ഞാനും മോഹൻലാലും പൃഥ്വിരാജും ഇരിക്കുന്ന മോളും ഒക്കെ ഉണ്ട്, ഭാര്യയും ഒക്കെ ഉള്ള ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ തുടങ്ങി നമുക്ക് നിസ്സാരമായി തോന്നിയിരുന്ന, അല്ലെങ്കിൽ അത്ഭുതങ്ങളായി തോന്നിയിരുന്ന പലതും നിസ്സാരമായി സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ സ്വപ്നം കണ്ടതിൽ ഒരുവിധമെല്ലാം നേടിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം? ഡോക്ടറാകാൻ ആഗ്രഹമുള്ളവർ കൈയൊന്ന് പൊക്കിയേ. എഞ്ചിനീയറാകാൻ ആഗ്രഹമുള്ളവർ കൈ നോക്കിയേ. അധ്യാപകരാകാൻ ആഗ്രഹമുള്ളത് കൈ നോക്കിയേ. വക്കീലാകാൻ ആഗ്രഹം കൊണ്ട് നോക്കിയേ. പത്രപ്രവർത്തകനാകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടാകും? ഒരാളുണ്ട്. പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും കൈവക്കിയേ. ഇങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളെ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു സ്വപ്നം മാത്രമായി കാണുമ്പോൾ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണം എന്ന് ചിന്തിക്കും. ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ഒരു പത്രപ്രവർത്തകനാകണമെന്ന് ആഗ്രഹം തോന്നിയത് ഒരാൾക്ക് മാത്രമാണ്. എന്നാൽ എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്ക് ആഗ്രഹം തോന്നി പത്രപ്രവർത്തകനാകണമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് സുകുമാർ അഴീക്കോടിനെ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? സുകുമാർ അഴീക്കോടിനെ ഈ ലോകം അറിയാൻ തുടങ്ങിയത് വലിയ പ്രഗത്ഭനായ വാഗ്മി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലുമാണ്. സുകുമാർ അഴീക്കോടിനോട് തോന്നിയ ആരാധന മൂലം പത്രപ്രവർത്തകനായി ആകണമെന്ന് ആഗ്രഹിച്ച ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുക, നല്ല ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ആൾ എന്ന നിലയിൽ 15 വയസ്സുള്ള ഞാൻ കൊട്ടാരക്കരയിൽ STD ബൂത്തിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേക്കും ഓട്ടോ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുത്ത് ഓട്ടോ ഓടിക്കുവാൻ പോയിട്ടുണ്ട് കൊട്ടാര ടൗണിൽ കൂടി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ സ്വപ്നം പത്രപ്രവർത്തകനാകണമെന്നായിരുന്നു. ഞാൻ തിരക്കിയപ്പോൾ വർത്തമാനം എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് എന്ന് മനസ്സിലാക്കി. ഞാനതിൻ്റെ കൊല്ലം ബ്യൂറോയിലെ അന്ന് സുധീശൻ സാറാണ്, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ ഒരു ലേഖകനാകണമെന്ന് വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇനി വലിയ ശമ്പളമൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, ശമ്പളം എനിക്ക് കണ്ടെത്തുവാൻ, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, എനിക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടും, പത്രപ്രവർത്തനം ആയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നാളെ മുതൽ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പത്രപ്രവർത്തകനായ ഒരാളാണ് ഞാൻ പത്രപ്രവർത്തകനായി വർത്തമാനം പത്രത്തിൽ തുടങ്ങിയിട്ട് ആദ്യ മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. അത് ആരുടെ അധ്യക്ഷതയിലാണെന്നറിയാമോ? ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ അധ്യക്ഷതയിൽ. ആ മീറ്റിങ്ങിൽ എനിക്ക്
26 വർഷം മുൻപ് സുകുമാർ അഴീക്കോടിൻ്റെ ഒപ്പം ഇരുന്ന് അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന പത്രത്തിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സ്വപ്നം അവിടെ യാഥാർത്ഥ്യമായി. ഞാൻ അവിടെ നിന്നും തൊട്ടടുത്ത വർഷം കേരള കൗമുദിയിലേക്ക് മാറി. ഇത് എൻ്റെ 25ാമത്തെ വർഷമാണ് കേരള കൗമുദിയിൽ എത്തിയിട്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ സാധിച്ചെടുത്തത് ഈ ഒരു പത്രത്തിൻ്റെ ലേബലിൽ കൂടി എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ എനിക്ക് ഒരുപാട് വഴികൾ തെളിഞ്ഞു കിട്ടി. അതിൻ്റെയൊക്കെ പേരിലാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളും, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയതാണ്, പക്ഷേ അത് ഏറ്റവും യാതനയുള്ള, ഏറ്റവും സങ്കടമുള്ള ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു വന്ന ഒരാളെന്ന നിലയിൽ ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ചെറിയ കൂരയിൽ കിടന്നുകൊണ്ട്, എൻ്റെ അച്ഛന് ചെറിയ വരുമാനമേ ഉള്ളൂ, കൂലിപ്പണിക്ക് പോവുകയാണ്. അച്ഛനൊരു പക്ഷേ എന്നെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ കഴിയുകയില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കാതെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിക്കണം. നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ട അവസരമാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. നമ്മളെ കുഞ്ഞുനാളിലെ കാര്യങ്ങൾ നമ്മൾ ഒരു നിമിഷം എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കണം. നിങ്ങളിപ്പം കുഞ്ഞു കുട്ടികളാണ്. വളർന്നു പോകുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ വികൃതികളും കുസിത്തരങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി മനസ്സിലിട്ടൊന്ന് താലോലിച്ച് നോക്കിയാൽ നമുക്കതേ ഒരു ദിവസം നമുക്ക് വീണ്ടും അത് കിട്ടാൻ ഇടയാവട്ടെ എന്നാണ് നമ്മളെ പ്രാർത്ഥന. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അത്തരം ചിന്തകളും മറ്റ് കാര്യങ്ങളും ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അത് പതിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം നിങ്ങളുടെ മനസ്സിലേക്ക് പതിക്കുന്ന തരത്തിലുള്ള ഓരോരോ ഗെയിമുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നതാണ്. അതിനുപരി നമുക്ക് 3 ഗസ്റ്റുകൾ വേറെ വന്നിട്ടുണ്ട്. കണ്ടായിരുന്നോ? 3 ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. ആ 3 ചേച്ചിമാരെ പ്രകടനവും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ബിജുരാജ് സാറ് നമ്മൾക്ക് ഈ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. മുൻ ദിവസങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിൻ്റെ പരിപാടിയായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറ് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് ഇത് ഉദ്ഘാടനം അറിയാമോ? ഈ ഉദ്ഘാടനം ചെയ്യുന്ന ആളിനറിയാമോ? എല്ലാം കറുപ്പാണ്, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ഈ 4ാമതൊരിക്കൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അറിയാമോ? കണ്ടിട്ടുണ്ടാ നിങ്ങൾ? എന്നാൽ ബാക്കി കാര്യങ്ങൾ സാറ് പറയും കേട്ടോ. സാറ് കേരള കൗമുദിയുടെ പത്രപ്രവർത്തന മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു സാറാണ്. അതിനുപരി ഈ കുടുംബത്തിലെ ഒരംഗമാണ്. അംഗം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്ഥാനം കൊടുത്താൽ അത് ഏറ്റെടുക്കത്തില്ല. അതുകൊണ്ടാണ് ഈ അംഗമെന്ന് പറയുന്നത് കേട്ടോ. അല്ല വേറെ എന്തെങ്കിലും കൊണ്ടല്ല, വേറെ എന്തെങ്കിലും തോന്നുകയും ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ചുമതല കൊടുക്കാമെന്ന് സാറിനെ പറഞ്ഞാൽ ആ സാറ് പറയും എനിക്ക് അങ്ങനെ ചുമതലയൊന്നും വേണ്ട, ഞാനിവിടുത്തെ ഒരാൾ തന്നെയാണ് എന്ന് അങ്ങ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് ഞാൻ സാറ് പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് ഞാൻ തുറന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാലവേദിയുടെ പ്രവർത്തക വൈഗ സ്വാഗതം ആശംസിച്ചു. ആദരണീയ യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വായനാ കളരിയിൽ പങ്കെടുക്കാനിരിക്കുന്ന ബാലവേദിയിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, സമുദ്രതീരത്തെ എൻ്റെ അച്ഛനമ്മമാരെ, രക്ഷകർത്താക്കളെ, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാ കളരിയുടെ 19ാം ദിവസത്തെ പരിപാടികളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ യോഗത്തിൽ എത്തിയവർക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കൃത്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നുള്ളത് നമ്മുടെ അധ്യക്ഷനും സമുദ്ര ലൈബ്രറിയുടെ പ്രസിഡൻറ്റും ചെയർമാനുമായ റുവൽ സിംഗ് സാറിന് ബാലവേദിയുടെയും പേരിലും എൻ്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായ കേരള കൗമുദിയുടെ ലേഖകനും സമുദ്രതീരം കുടുംബം അംഗവുമായ കോട്ടാത്തല ശ്രീകുമാർ സാറിനെ സമുദ്ര ലൈബ്രറി പേരിലും എൻ്റെ പേരിലും ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ പരിപാടി അവതരിപ്പിക്കാനായി എത്തിയ മാജിക് പ്ലാനറ്റിൻ്റെ മുൻ മാനേജറും
ചെസ് കോച്ചുമായ ബിജുരാജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് ജയപ്രകാശ് സാറിനെ സമുദ്രയുടെ പേരിലും എൻ്റെ പേരിലും ബാലവേദിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കും മറ്റ് എല്ലാ പ്രവർത്തകർക്കും സമുദ്ര ലൈബ്രറിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഇന്റർനാഷണൽ ചെസ് റഫറിയും മോട്ടിവേറ്ററുമായ എസ് ബിജുരാജ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ക്ലാപ്പ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇനി ഞാൻ പറയുന്ന പോലെ ക്ലാപ്പ് ചെയ്യണം. റെഡിയോ? ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 തവണ ക്ലാപ്പ് ചെയ്യും. 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 തവണ ക്ലാപ്പ് ചെയ്യും. 3 എന്ന് പറയുമ്പോൾ 3 തവണ ക്ലാപ്പ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. 1 2 3 1 2 3 3 2 1 1 2 3. അടുത്ത ആൾക്കോടെ പറ്റും. ഒന്ന് 2 3 4 ടീമിന് 50 പോയിന്റ്. സാർ നോട്ട് ചെയ്തു. 50 പോയിന്റ്. ടീമിന് വരുന്നത് ടീം ഫ്രണ്ട്സ് 50 പോയിന്റ്. ഓക്കെ. ടീമിന്റെ ക്യാപ്റ്റൻ പേര് ശ്രീലക്ഷ്മി. ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ശ്രീലക്ഷ്മി. 50 മാർക്ക്. നിങ്ങളുടെ ടാഗിൽ എന്താ? ജാഗ്രത. ഫ്രണ്ട്സ് പൊളിയാണ്. ജാഗ്രത. ഓക്കെ. അടുത്ത ദിവസത്തെ ഈ ടീമിനും 50 പോയിന്റ്സ്. അടുത്ത ടീം ഏതാ സെറ്റ് ആയത്? ഓക്കെ. അപ്പോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന ടീമിൽ നിന്നും ചുണക്കുട്ടന്മാരും ചുണക്കട്ടിമാരും എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റന് വയ്ക്കൊടുക്കണം. Hi friends, nothing is not impossible. Story.
ഓക്കെ, നമ്മുടെ അടുത്ത പെർഫോമൻസ് എത്തുന്നു. ടീം ആവേശം, ടീം ക്യാപ്റ്റൻ ഗീതു. ഞങ്ങളുടെ ടീമിന്റെ പേര് ആവേശം. നിനക്കിന്ന് ജോലിയില്ലേ? അല്ലെങ്കിലും ഇവനെ കൊണ്ടൊരു പ്രയോജനമില്ല. എന്റെ കാര്യം നോക്കി എനിക്കറിയാം. അച്ഛൻ അതിൽ ഇടപെടില്ല. എന്താണ് ഇത് പറയുന്നേ? നിന്റെ അച്ഛനല്ലേ ഇത്? എന്നാ ചായ. എന്തുവാ വെളിയിലൊരു ഈ വയസ്സായ നിങ്ങൾ എന്തിന് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലേ? ഒന്നുമില്ല അമ്മച്ചിയെ. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. അപ്പൊ എവിടെ പോയാലും ജോലി കിട്ടൂല. എനിക്ക് ജോലിയാണ്. ഞങ്ങളുടെ ടീം വാല്യൂസ് അവതരിപ്പിക്കുന്ന സ്കിറ്റാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ജനാധിപത്യം എന്നൊരു കൺസെപ്റ്റാണ്. നമുക്ക് കാണാം ബാക്കി എന്താവും. നന്ദിയുണ്ട് മോളെ. കുഴപ്പമില്ല ആന്റി. മക്കളെ ഈ അമ്മൂമ്മേനെ ഒന്ന് ഇരുത്തുവോ? ഇരുന്നോ, കുഴപ്പമില്ല. നന്ദിയുണ്ട് മോളെ. എന്തിനാ വീണ്ടും തള്ളുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലേ? എന്താണ് നീ ഇങ്ങനെ കാണിക്കുന്നത്? നിന്റെ ടീച്ചറിനെ ഞാൻ കാണുന്നുണ്ട്, നോക്കിക്കോ. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. മുതിർന്നവരെ പിടിച്ച് താഴരുത്. എപ്പോഴും നമ്മൾ മുതിർന്നവരുടെ അടുത്ത് സ്നേഹവും ബഹുമാനവും കാണിക്കണം. അത് നീ പഠിച്ചിട്ടില്ലേ? എന്താ ഒന്നും മിണ്ടത്തില്ലേ? എനിക്ക് ബെല്ലടിക്കാറായി. ഞാൻ സ്കൂളിൽ പോയിട്ട്. ശരി ശരി, നീ ഓടിക്കോ. എന്താടാ നീ ഇങ്ങനെ? സോറി പറഞ്ഞിട്ട് പോടാ നീ. വഴക്കൊക്കെ അവിടെ നിർത്താം. വഴക്ക് നിർത്താൻ നിങ്ങൾ അമ്മയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുമോ? ഓ കാണിക്കും.
ആദ്യം പഠിക്കണം. അതാണ് ഞങ്ങളുടെ കുഴപ്പം. എൻ്റെ ടീമിൻ്റെ പേര് ഫ്രണ്ട്സ് വൈബ്. ഞാൻ ചെയ്തു. നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? അങ്ങോട്ട് വരുമോ? മോനെ മുട്ടായി ആരും കാണാതെ കഴിക്കണം. ആർക്കും കൊടുക്കാൻ പാടില്ല കേട്ടോ. നീ എവിടെ പോയിരുന്നു? തോറ്റി പോയി. നീ എന്താ ഉറപ്പിച്ചു വെക്കുന്നേ? ഒന്നുമില്ല. എന്താ ഒന്ന് കാണിച്ചേ? ഹായ് മിഠായി, ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് മിഠായി വേണം. അറിയാത്തവരുടെ കയ്യിൽ നിന്ന് മുട്ടായും എന്താണ് ബഹളം? ടീച്ചറെ, ഞങ്ങൾക്കൊരു മിഠായി കിട്ടി. ഇവൻ ഞങ്ങൾക്ക് അത് തരുന്നില്ല. എനിക്കിത് ആര് തന്നതാ? കിടന്ന് കിട്ടിയതാണ്. കള്ളത്തരാ ടീച്ചറെ. ആരും അങ്ങനെ വിളിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. സത്യം പറ, ആര് തന്നതാ? അതെനിക്കൊരു മാമൻ തന്നതാ. അറിയാത്തവരുടെ കയ്യിൽ നിന്ന് മുട്ടായും പല സാധനങ്ങളും വാങ്ങി കഴിക്കാതിരിക്കുക. ഗുണപാഠം: അപരിചിതരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇമ്പോസിബിൾ. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയാണ്. കുട്ടികളെ നമുക്ക് ഡാൻസ് തെറ്റിക്കുന്നല്ലോ, ഒന്നും കൂടെ കളിക്കൂ. അടുത്തതായി ശരവണ വരുന്നു. ശരവണ ആൻഡ് ടീം ഫസ്റ്റ്. പരിശ്രമിച്ചാൽ എല്ലാത്തിനും എത്തിച്ചേരാൻ കഴിയും. 150, 200 കുറച്ച് തരുമോ? ഇയാൾക്ക് വില കുറച്ച് കൊടുക്കും. എന്നാൽ ശരി. തുണി എടുക്കണം. ഏതാ? ഉടുപ്പ്. നമ്മളെ അടുപ്പമുള്ള അയാൾക്ക് മാത്രം കുറച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് തരാത്ത എന്ത്? കുറച്ച് തരാൻ പറ്റുകയില്ല. കുറച്ച് തന്നാൽ നമുക്ക് വേണം. പറ്റുകയില്ല. ഇവിടെ എന്താ പേഴ്സണ? ഇയാൾക്ക് ഡ്രസ് വില കുറച്ച് കൊടുക്കണം. ഇയാളെ പിടിച്ച് മാനേജറുടെ മുന്നിൽ കൊണ്ടുപോകും.
ക്ലാസ്മേറ്റ്സിനോട് നല്ലതുപോലെ പെരുമാറണമെന്ന് പറഞ്ഞു. ഓടിച്ചേരി നടക്കാനൊന്നും പറ്റില്ലല്ലോ. അയ്യേ. എന്തിനാ അവളെ കളിയാക്കി? അതവൾക്ക് നടക്കാൻ കഴിയാത്തോണ്ട്. അവൾക്ക് നടക്കാൻ വയ്യാത്തോണ്ടല്ലേ അവൾ അങ്ങനെ നടന്നത്. നിങ്ങൾ എന്തിനാ കളിയാക്കി? ഞാൻ പോയി ഹെഡ് മിസ്റ്ററെ വിളിച്ചോണ്ട് വരാം. ആരെയും വയ്യാത്തതിന് കളിയാക്കാൻ പാടില്ല. ശരി. ഞങ്ങളൊരു സോറി പറയുന്നു. ഗുണപാഠം: ദുർബലരായ ആൾക്കാരെ കളിയാക്കാതെ കൂടെ ചേർത്ത് നിർത്തുക. അയ്യോ അമ്മേ, എന്താ പറ്റി മോളെ? എല്ലാം തെറ്റി വീണു. ശ്രദ്ധിച്ച് നടന്നൂടെ? എനിക്ക് കൈ വേദന. ഹലോ ചേട്ടാ, കൊച്ചു വെള്ളത്തിൽ തട്ടി വീണു. ഞാൻ വരുന്നു. ഒത്തിരി കാലിലെത്തി വീണു. എന്തിനാ? ഡോക്ടറെ, എനിക്ക് അത്ര പൈസ ഒന്നും ചെലവാക്കാൻ പറ്റൂല. ഞാൻ കൂലിപ്പണിക്കാരനാണ്. എനിക്കതൊന്നും അറിയില്ല. എന്തില്ലെങ്കിലും പൈസ കൊണ്ടുവരണം. ഞാൻ ഒപ്പിക്കാം. ഇതെന്തിനാ? കൊച്ചിന്റെ കൈ ഓപ്പറേഷൻ ചെയ്യാൻ. ഗുണപാഠം: ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു ആപത്ത് വന്നാൽ നമ്മുടെ രക്ഷകർത്താവ് എന്ത് ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാക്കളരി മെയ് 21 സമാപിക്കും.